ഹലോ നമസ്തേ, കഫ്ലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരുപാട് സിനിമ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി? നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയായ കളങ്കാവന്റെ ടീസർ വന്നിട്ടുണ്ട്. ഇത് പ്രീ റിലീസ് ടീസർ കണ്ടു നോക്കാം. പുതിയ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന ടീസർ കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് റിയാക്ട് ചെയ്തിട്ട് വരാം. മമ്മൂട്ടി കമ്പനി വിനായകൻ വി നായകൻ. രജീഷ് അല്ലേ? ജിതിൻ ജോഷ്. Stage is set, be a part of, get your tickets now. ഡിസംബർ 5. ഇത്രേ ഉള്ള 55 സെക്കൻഡേ ഉള്ളൂ. ഒരുപാട് നടികളുണ്ട്. അവര് പറഞ്ഞാണ് ഇതിപ്പം നമുക്ക് ടീസർ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല. പക്ഷേ അതല്ല, അങ്ങനെ ലിമിറ്റ് ചെയ്താണ് പിടിക്കണത്. ആ പാട്ട് വന്നപ്പോ കൊള്ളാല്ലേ? 2 ഡയലോഗ് മാത്രമേ വിളിയിട്ടുള്ളൂ. നമ്മുടെ മറ്റേ ടീസറിൽ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണ്. കണക്ഷൻ. അതുപോലെ വിനായകൻ വി നായകൻ, അതായത് സിനിമയിലെ നായകൻ പറയാതെ പറഞ്ഞ് അറിയാലോ. അങ്ങനെയല്ല, അത് ഒഫീഷ്യലി അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി ആരാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്കൊരു ഇതല്ലേ അറിയാനുള്ള ഒരു ആകാംക്ഷ. സിനിമാക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ആരെങ്കിലും പറയൂ? മനസ്സിലായി, കൊടൂര വില്ലനാണ് വരാൻ പോണത്. അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ മ്യൂസിക് എല്ലാം വിന്റേജ് ടൈപ്പ് ആണ് പോകുന്നത്. അങ്ങനെയാണല്ലോ. ഈ പാട്ട് തന്നെ മറ്റേ നിലക്കാര്യം വിളിച്ച സൂപ്പർ പാട്ട് തന്നെ. പിന്നെ മറ്റേ മമ്മൂക്ക തന്നെ പറഞ്ഞ്, ഒരു സിനിമ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ കണ്ട് എഴുതരുത്, എന്നാ കഥാപാത്രം ഞാനായി പോകും. പകരം കഥാപാത്രത്തെ മനസ്സിൽ കണ്ട് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സിനിമ സംഭവിക്കും. അതാണ് മമ്മൂക്ക അല്ലേ? മമ്മൂക്കയുടെ സ്പെഷ്യൽ മാജിക് ഈ പടത്തിലും കാണാം. എന്താണ് 5-ാം തീയതി വെള്ളിയാഴ്ച 27-ാം തീയതി ഇറങ്ങായിരുന്നത്, പിന്നെ മാറ്റി 5-ാം തീയതിയിലോട്ടാക്കി. പിന്നെ മമ്മൂട്ടി കമ്പനിയിൽ ഇത് പറയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് അല്ലെ 7:30 ടീച്ചർ വരുമെന്ന് പറഞ്ഞ് ഇറക്കി. പക്ഷെ 6 മണിക്ക് മറ്റേ ലൈവ് ഇതെന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് പെട്ടെന്ന് ഇത് ന്യൂസിലൊക്കെ വന്നത്. പിന്നെ റിലീസ് ഡേറ്റ് മാറ്റി കളിക്കണം. അത് മമ്മൂട്ടി കമ്പനിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഇതുണ്ട്. അതായത് പ്രൊമോഷൻ തീരെ കുറവായിട്ടാണ് തോന്നുന്നത്. പിന്നെ എല്ലാ പടത്തിലും പിന്നെ ഒരുപാട് പ്രൊമോഷൻ കൊടുത്ത് പടം പൊട്ടിക്കാതിരിക്കാനും കൂടെ ആയിരിക്കാം. ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ എന്നാലും തീരെ ഒരു പ്രൊമോഷൻ നല്ല തിയേറ്ററും കൂടെ പിടിച്ചില്ലെങ്കിൽ മോശമാണ്. കാരണം കണ്ണൂർ സ്ക്വാഡൊക്കെ നല്ല സിനിമയായിരുന്നു. പക്ഷേ 5-ാം തീയതി ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇത് 4-ാം തീയതി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ തിയേറ്റർ കിട്ടിയിരുന്നു. 27-ാം തീയതി ആണെങ്കിൽ തന്നെ ഈ വരുന്ന ഈ ദിവസങ്ങളിലൊക്കെ UAE വലിയ അവധിയാണ്. അപ്പൊ അതൊക്കെ ലോങ് റൺ കിട്ടിയാനേ. ഇതിപ്പം നല്ല ഡേറ്റ് ആയിരുന്നു നവംബർ 27-ാം തീയതി, അത് മാറ്റിയിട്ടാണ്. അതുപോലെ ഡിസംബറിൽ കളങ്കാവലുണ്ട്, ബബ്ബ വരുന്നുണ്ട്, വൃഷഭ വരുന്നുണ്ട്. അവസാനമാണ്. എന്നാലും ഈ മാസങ്ങളിലല്ലേ ബബ്ബ വരുന്നുണ്ട്, വൃഷഭ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സർവമായ ഉണ്ട്. ഒരുപാട് ഇതിന്റെ കൂടെ തന്നെയാണ് മറ്റേ ഇന്നലെ കാണിച്ച ദുരന്ത സിനിമ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരുപാട് ഡിസംബറിൽ ഒരുപാട് സിനിമകളുണ്ട്. അപ്പം ഏറ്റവും നല്ല സിനിമയാണെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ? എല്ലാം വെയിറ്റിംഗ് ആണ്. നമ്മളെല്ലാം കണ്ടിട്ട് എന്തായാലും റിവ്യൂ ഇടുന്നതായിരിക്കും. രാവിലെ 9:00 തുടങ്ങുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരെ പോയി ബുക്ക് ചെയ്യണം. അപ്പൊ നമ്മള് സീറ്റ് എടുത്തല്ലോ. ഫസ്റ്റ് ഷോ ആണ്. അപ്പൊ കണ്ടിട്ടാണ് നമ്മൾ റിവ്യൂ പറയണം. അപ്പൊ അതൊക്കെ ഉള്ളല്ലേ. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരും. അപ്പൊ ഉടനെ വരുന്നവരെ ലൈൻ കട്ട്.